Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ റെസിപ്പിയും ഇന്ന് ഞാനും എബ്രോഡ് പോവാ. എബ്രോഡ് ഞാൻ ഈ ഇടയിലൊന്ന് പോയിച്ചു വന്നേ ഉള്ളൂ. എല്ലാവരും എന്നാ പറയാ ഈ പറഞ്ഞ കൂട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഒരുപാട് വിഭവങ്ങൾ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നു, ഒരുപാട് വർത്താനം പറഞ്ഞു. അപ്പം തന്നെ നമുക്ക് എന്നാ പറയാന്നറിയോ, ശരിക്കും ഞാൻ അവിടെ പോയപ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇവിടുത്തെ ഭക്ഷണം വാങ്ങിച്ചു തരണം, അല്ലാതെ ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പിന്നെയും ചോറും അവിയലും കൊടുക്കരുത്. ഇവിടുത്തെ ഭക്ഷണം എന്താണെന്നുള്ളതും അറബിക് ടേസ്റ്റും അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ രാജ്യത്തെ ഭക്ഷണം വേണം നമ്മൾ കുറച്ച് ഒന്ന് പരിചയിക്കാൻ അല്ലേ. എല്ലായിടത്തും ചെന്ന് എനിക്കത് വേണ്ട എന്ന് പറയില്ല, പക്ഷെ ഞാൻ പറയും കാര്യം എന്നാണെന്നറിയാവോ, ഈ ഒക്ടോപ്പസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയല്ലാത്തൊന്നും നമുക്ക് കഴിക്കാൻ ഒക്കുകയല്ല, മനസ്സുകൊണ്ട് നമുക്ക് എന്നാ പറയുക അംഗീകരിക്കാൻ ഒക്കാത്തതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ഔട്ട് ചെയ്യും. ഏതെങ്കിലും ഒരു രാജ്യത്തൊക്കെ പോയേച്ച് അവിടെ നല്ല വെറൈറ്റി ഫുഡൊക്കെ കാണുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേച്ച് ഇഷ്ടമാകുന്നില്ല ഷെഫിനോട് ചോദിച്ചൊന്ന് പഠിക്കുകയും ചെയ്യും. കാര്യം എന്നാന്നോ, എനിക്ക് പാചകത്തോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ പല ബുക്സ് റെഫർ ചെയ്തിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ റെസിപ്പീസ് കണ്ടുപിടിക്കാറുണ്ട്. ആ കണ്ടുപിടിക്കുന്ന റെസിപ്പീസാണ് ഞാനിവിടെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ ഫ്രൈഡ് ചിക്കൻ ഇൻ സ്വീറ്റ് പാപ്രിക്ക സോസാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തപ്പുവാന്നേലും ഒന്നും കിട്ടുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതിനെ പല റെസിപ്പീസ് റെഫർ ചെയ്ത് പിന്നെ എൻ്റെ ഒരു ടച്ച് അതിനകത്തിട്ട് നമ്മുടെ ഒരു ഹെർബ്സ് ഒക്കെ ഇതിനകത്ത് ചേർത്ത് നമ്മുടെ ആ ടേസ്റ്റും കൂടെ വരണമല്ലോ, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എബ്രോഡ് ടേസ്റ്റും ഇതിനകത്ത് വരണം. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മളിവിടെ റെസിപ്പി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പേര് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആനീസ് കിച്ചണിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാർട്ടർ അല്ല, പക്ഷേ അത് ഏതിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം വീട്ടിലുണ്ടാക്കി കൊടുത്തപ്പോൾ ഏട്ടനും മക്കൾക്കും അതിൻ്റെ കൂടെ ഒന്നും സെർവ് ചെയ്തില്ല. ഞാൻ വെറുതെ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഏട്ടാ ഇതൊന്ന് നോക്കൂ, കഴിച്ചു നോക്കൂ, കൊള്ളാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ നല്ലയാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും സെർവ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ എന്നാ കഴിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷേ ഒരു ഡിന്നറിനൊക്കെ തൊട്ട് മുന്നായിട്ടൊക്കെ ഒരു എന്നാ പറയുക ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡാണ് ഏറ്റവും നല്ലത്. പിന്നെ ചിക്കൻ കറി പോലെയൊന്നും ഇത് കഴിക്കരുത്. ചിക്കൻ കറി പോലെ കഴിക്കുന്ന ഒരു സാധനമല്ല ഇത്. പിന്നെ അതല്ല വേണം എന്ന് തോന്നുവാണെങ്കിൽ കഴിക്കാം, ആർക്കാ എന്നെ മേലാത്ത അല്ലേ. അന്ന് പറഞ്ഞ പോലെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെ കഴിക്കാം. പക്ഷേ അപ്പവും സ്റ്റൂവ് ചിക്കൻ കറി എന്ന് പറയുന്ന പോലെ ഒരു കോമ്പിനേഷൻ ഇതിന് വരികയില്ല, ടോട്ടലി ഡിഫറെൻറ്റാണ്. അത് ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ എന്നാന്ന് എഴുതിയെടുത്തോ. ഫസ്റ്റ് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇച്ചിരി ബട്ടർ ആവശ്യം, പിന്നെ വേണ്ടിയത് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി അല്ലെന്നുണ്ടെങ്കിൽ ക്രഷ്ഡ് കുരുമുളക്, ഇച്ചിരി മൈദ, ഇത് കുറച്ച് വൈറ്റ് വൈനാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പാപ്രിക്ക, കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്, കുറച്ച് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ സാദാ പഞ്ചസാര, ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ്, പിന്നെ വേണ്ടത് കുറച്ച് ചീസ്, ഇത് കുറച്ച് ചിക്കൻ്റെ ലെഗ് പീസസ് ആണ്. ഇത്രയും സാധനം നമുക്ക് വേണം. അലങ്കരിക്കാൻ ബേസിൽ ലീവ്സോ പാസ്ലേ ലീവ്സോ അല്ലെങ്കിൽ നമ്മുടെ മല്ലിയിലയോ എന്നാ ഉണ്ടെങ്കിലും അതിടാം. ഒരു ഗ്രീനിഷ് എഫക്റ്റ് വന്നേച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് നമ്മുടെ പാത്രം ചൂടാവാനാണ്. ഇതൊന്ന് ചൂടായിരിക്കും, ഇതിനകത്ത് വലിയ വെള്ളമൊന്നുമില്ല, എല്ലാം വറ്റി പോയേക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബട്ടർ ഒന്ന് അലുക്കുമല്ലോ. ഇതൊന്ന് ചൂടാവുന്ന സമയം നമുക്കൊരു പാത്രം എടുത്തേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മൈദ, ഇച്ചിരി ഉപ്പ് മൈദയ്ക്കകത്ത്, കുറച്ച് കുരുമുളക്, ഇത് ഇത്രയും ഇട്ടേച്ച്
ഈ ചിക്കനകത്തോട്ട് ഒന്നും ഞാൻ പുരട്ടിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ചെയ്യാം. ഉപ്പും കുരുമുളകും ഇതിനകത്ത് പുരട്ടി വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മൈദക്കകത്തോട് മാത്രം ഇട്ടേച്ച് ഇത് കംപ്ലീറ്റ് ഈ മൈദയിൽ ഒന്ന് ഡസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ബട്ടറിലിട്ട് ഇത് വറുത്തെടുക്കണം. ഇതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മാരിനേഷൻ എന്ന് പറയുന്നത് ചിക്കനകത്തൊന്നുമില്ല, മൈദയിൽ മാത്രമേ നമ്മൾ സീസൺ ചെയ്തിട്ടുള്ളൂ, സോൾട്ടും പെപ്പറും വെച്ചിട്ട്. ഇനിയിപ്പോൾ അഥവാ സോൾട്ടും പെപ്പറും ഒരു ഇച്ചിരി പോരായ്മ തോന്നുവാന്നേൽ നമുക്ക് ഈ ചിക്കൻ്റെ പുറത്തോട്ട് ഒരു ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കാവേ. സോൾട്ടായാലും പെപ്പറായാലും ഒരു ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അതിനകത്തോട്ട് പിടിക്കും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടേച്ചാലും മതി, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എന്നാ പറയുക, ഒരു നല്ലൊരു ക്രിസ്പി ഫ്രൈ ആവും. നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്രൗൺ കളർ ഇതിന് നല്ലോണം വരണം. അത് 4 സൈഡും അങ്ങനെ ആവണം. അതുവരെ ഇത് ഇതിനകത്ത് കിടന്ന് ബട്ടറിനകത്ത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. ബട്ടറിൽ കിടന്ന് മൂക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ആ ഒരു ബ്രൗൺ കളർ നല്ലതായിട്ട് വരണം. ഈ നല്ല നിറം വരണം എന്നുണ്ടെങ്കിൽ ആ ബട്ടറിനകത്ത് ഒരുപാട് കരിഞ്ഞു പോരും. നമ്മൾ മൈദ ചേർക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോവാതെ സൂക്ഷിച്ച് അതിൻ്റെ അടുക്കേ നിന്ന് തന്നെ ഇതെല്ലാം ചെയ്യണമേ. ഞാനേ ആ ചിക്കൻ നല്ല മൊരിച്ച് വെച്ചേ ഉള്ളൂ, നല്ല ചൂടാ. പക്ഷേ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ തീ അങ്ങ് ഓഫ് ചെയ്തേ. എന്നാത്തിനാന്ന് നമ്മൾ ഇനി അതിനകത്തോട്ട് വൈൻ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും ഫ്ലെയിം നമ്മുടെ ഈ പാനിനകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ശരിക്കും ഡീഗ്ലേസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എനിക്കത് വലിയ പ്രയാസം, ഇത് കാണുമ്പോൾ തന്നെ ചങ്കൊക്കെ പാൽപ്പറ്റ് ചെയ്യുവേ. അതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും പോവുകയില്ല. അന്നേരം എന്നാ ചെയ്യും, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ ചൂട് ബട്ടറെ തന്നെ ആദ്യം ഒരു ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് ഇടുവാണേ. എന്നുവെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാനിതങ്ങ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്തേച്ചാൽ ഞാൻ വൈൻ ഒഴിക്കത്തുള്ളൂ. ബട്ടർ ഇസ് ഓൾറെഡി ഇച്ചിരി ഒരു നല്ല ചൂടായിട്ടിരിക്കുക. അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെളുത്തുള്ളി ഇട്ടെന്നേ ഉള്ളൂ. ഇപ്പം ശരിക്കും ആ ഒരു ബട്ടറിനകത്ത് ആ ഫ്ലേവർ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതിൽ വെളുത്തുള്ളി ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് അതിനകത്ത് മുരിഞ്ഞും വരുന്നുണ്ട്. ഇനി എന്നാ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ചാൽ ഒരു ഇച്ചിരി വൈറ്റ് വൈൻ, ചിക്കൻ എത്ര എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ അളവാന്നേ. ഇപ്പം നമ്മൾ വൈറ്റ് വൈന് ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയാലും പ്യോർ ഹോം മെയ്ഡ് വൈൻ ആയാലും ഏതായാലും അതായാലും മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡീഗ്ലേസ് ചെയ്യാൻ സമ്മതിക്കണ്ട. തീ ഇച്ചിരി കുറച്ച് വെച്ചാൽ നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർക്കണം. കുറച്ച് പാപ്രിക്ക പൗഡർ ഇടണം. ഇതിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ ഷുഗർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പഞ്ചസാര ഇട്ടാൽ മതി. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് പാപ്രിക്ക എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് ഇട്ടാൽ മതി. അപ്പം അതിടുവാന്നേൽ ഈ പഞ്ചസാര ഇടണ്ട. ഇതിപ്പോൾ ശരിക്കും ഞാൻ അതല്ലാത്തതുകൊണ്ടാണ് ഈ 3 പ്രത്യേകം ഇട്ടത്. പിന്നെ കുറച്ച് മസ്റ്റർഡ് പേസ്റ്റ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടണം. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് നമ്മുടെ ക്രീം.
ഫ്ലെയിമിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചിക്കൻ കുറച്ചുകൂടെ നമുക്ക് സത്യം പറഞ്ഞാൽ ചിക്കൻ അതുകൊണ്ട് വലിയ വേവില്ല, നമ്മൾ അത്രയും നേരം വറുത്തെടുത്തതാ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ കുറച്ചൊരു വേവ് ഇതിനകത്ത് എന്തായാലും വരും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് ആ ചിക്കൻ ഒന്ന് ആ സോസും പാപ്രിക്കായും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെതായ ഒരു ചൊവ്വ് വരുവേ. നമ്മൾ ഈ ചേർത്ത സോസിൻ്റെ ഒരു ടേസ്റ്റും അതിനകത്ത് വരികയില്ല. പിന്നെ ചിക്കൻ ഒന്ന് തിളച്ചതിന് ശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉപ്പും കുരുമുളകും ഒരു ഇച്ചിരി കുറവാന്നേൽ ചേർക്കാം. കാര്യം ബേസിക്കലി ആ ചിക്കനും ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെ കാണും, പക്ഷേ എന്നാലും നമ്മുടെ സോസിനും കൂടെ ഒരു ഇച്ചിരി എരിവില്ലേല ഉണ്ടല്ലോ, അതിന് ആ ടേസ്റ്റ് വരികയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മുടെ എബ്രോഡ് ഡിഷസ് ആണ്. എബ്രോഡ് ഡിഷസ് ഇസ് ബേസിക്കലി സ്പൈസ്ലെസ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരുപാട് എരിവൊന്നും ഇല്ല. അതുകൊണ്ട് കുരുമുളകൊക്കെ ഇടുമ്പോഴത്തേന് നമുക്ക് ആവശ്യമുള്ള എരിവ് മാത്രം ഇതിനകത്തോട്ട് ചേർത്തേച്ചാൽ മതി, ഉള്ളതെല്ലാം കൂടെ ചേർത്തേക്കരുത്. ഈ എബ്രോഡ് ഡിഷസ് ബേസിക്കലി ഉണ്ടല്ലോ കുറച്ചൊരു ഫാറ്റ് ഫുഡ്സ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ നോക്കിയല്ല, അവർ നല്ല വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ദിൽ ഹാവ് ഓൺലി 1 ചിക്കൻ ലെഗ്, അല്ലാതെ ഒരുപാട് നമ്മൾ കഴിക്കുന്ന കൂട്ടൊന്നും കഴിക്കുകയില്ല. എന്നിട്ട് ഈ ചിക്കൻ്റെ പുറത്തോട്ട് കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ദിസ് ക്യാൻ ബി കെപ്റ്റ് ഇൻ ഓവനകത്ത് വെച്ചേച്ച് നല്ല ടോസ്റ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തെടുത്തേച്ചാലും മതി. അതല്ല നമ്മളിപ്പം അടുപ്പയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചിട്ടേച്ചാലും മതി. അത് പക്ഷേ നമ്മൾ ഓവനകത്തൊക്കെ വയ്ക്കുന്ന കൂട്ട് ഇതിങ്ങനെ എന്നാ പറയുക മൊരിഞ്ഞ് ആ ചിക്കനിലോട്ട് പിടിക്കുകയല്ല, ഈ സോസുമായിട്ടൊന്ന് മിക്സ് ആവത്തേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ ഇങ്ങനെ മിക്സ് ആവത്തേ ഉള്ളൂ. പക്ഷെ ഓവനകത്ത് അങ്ങനെയല്ല, കുറച്ചൊന്ന് ടോസ്റ്റ് ചെയ്ത് ഈ ചീസ് ചേർത്ത ചീസും കൂടെ ഒന്ന് ഗ്രില്ലായി അതിനകത്തോട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന കൂട്ട് ഇത് വരുവേ, അതുപോലെ ആവും. പക്ഷെ അത് നമുക്ക് ഓവൻ ഇല്ലാത്തടത്തോളം ഇല്ലാത്ത വീടുകളിലൊന്നും ചെയ്യാൻ നോക്കിയല്ല, ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നിറച്ച് മല്ലിയില, അല്ലെന്നുണ്ടെങ്കിൽ പാസ്ലേ ലീവ്സ്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല എന്നാ പറയുക ബേസിൽ ലീവ്സ്, ഇതൊക്കെ ഇടാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എബ്രോഡ് ഹെർബ്സ് ആണ്. അത് നമ്മുടെ അവിടെ അധികം ഉപയോഗിക്കാറില്ല, പക്ഷെ ഇട്ടാൽ നല്ല ഫ്ലേവറാണ് വരുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു പണിയില്ല, എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് ആവണം. നമ്മുടെ ബ്രെഡാണ് ഇപ്രാവശ്യവും ഞാൻ കൊടുക്കുന്നത്. ഇതിനൊക്കെ ബെസ്റ്റ് ബ്രെഡ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ നമ്മുടെ നാട്ടിലോട്ട് വന്നേച്ചാൽ അപ്പോൾ ഇടിയപ്പോൾ എന്നതേലൊക്കെ കഴിക്കേണ്ടി വരും. പിന്നെ എന്നാത്തിനാണ് നമ്മൾ എബ്രോഡ് പോയേച്ച് ഈ കറിയെല്ലാം ഉണ്ടാക്കി ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചത് അല്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല, അതിൻ്റെതായ സ്റ്റൈലിലും അതിൻ്റെതായ രീതിയിലൊക്കെ കഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ അത് നല്ലതായിട്ട് അതിൻ്റെതായ കോമ്പിനേഷൻസ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫുഡ് ആണെങ്കിലും എന്നതാണെങ്കിലും അതിൻ്റെ റൈറ്റ് കോമ്പിനേഷൻസിന് പോയാലേ ആ ഫുഡിന് ഒരു എന്നാ പറയുക അതിൻ്റെ ഒരു രുചി നമുക്ക് അറിയത്തുള്ളൂ. എന്നേലും കഴിച്ചേച്ചാൽ ഇത് കൊള്ളാം എന്ന് പറയുന്നതിനെക്കാട്ടിലും കറക്റ്റ് കോമ്പിനേഷൻസിൽ പോയാൽ മാത്രമേ അതിൻ്റെതായ ഒരു എന്നാ പറയുക ലേബിൾ ഉണ്ടാവത്തുള്ളൂ. ഈ ലേബിളിൻ്റെ കാര്യം അതായത് ഒരു വ്യക്തിമുദ്ര എന്നൊക്കെ പറയില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു കറിക്ക് അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻസിൽ തന്നെ പോകണം. ഇത് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിന്ന് പറയാൻ വന്നത് നമ്മുടെ ആനീസ് കിച്ചണിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ഗസ്റ്റ് എന്ന് പറയുന്ന വെരി സ്പെഷ്യൽ പേഴ്സൺ. അത് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ഒത്തിരി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ സെലിബ്രിറ്റീസും എല്ലാവരും ആണ്, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, സയൻറ്റിസ്റ്റ്, എത്രയോ പേര് നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അതായത് ഒരു 2006 അന്ന് തുടങ്ങിയിട്ട് ഒത്തിരി അതായത് കേരളത്തിലും പുറം രാജ്യങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു 25-ലധികം ഷോറൂംസ്, പിന്നെ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ്, ഇത് എല്ലാം ആയിട്ട് തുടങ്ങിയിട്ട് ചുരുങ്ങിയ അളവിൽ തന്നെ ബിസിനസ്സിൽ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബിസിനസ് പേഴ്സണാലിറ്റിയാണ് ഇന്നിവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. വേറെ ആരുമല്ല, നന്ദനം സാനിറ്ററീസിൻ്റെയും ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെയും ഡെവലപ്പേഴ്സ് ആയ MD ആയ സന്ദീപ് മൈലാത്ത്. അദ്ദേഹമാണ് ഇന്നിവിടെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വന്നിരിക്കുന്നത്. സർ, ഇത് ഒരു ഹാർട്ടി വെൽക്കം തന്നെ സാറിന് തരട്ടെ. എന്താണെന്ന് വെച്ചാൽ സാറിന് ഇന്ന് വിളിക്കാൻ കാര്യം, ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഇല്ലേ ഒരുപാട് ക്ലാസ്സസ് കിട്ടാനുണ്ട്. അങ്ങനെ എന്നാന്ന് വെച്ചാൽ അറിയാൻ മേലാതെ അറിവില്ലാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ സർ എന്ന രീതിയിൽ 2006-ലാണ് സർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അപ്പച്ചന്മാരൊക്കെ തുടങ്ങിയതാണെന്നിട്ടും പറയാനും പറ്റിയല്ല.
സർ തുടങ്ങിയത് സെൽഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരുപാട് പ്ലസും മൈനസും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സാറിന് ഒരു നല്ലൊരു എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഹാർഡായിട്ടുള്ള ഒരു പ്രവർത്തനം വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതാണ്. നമ്മളുടെ ഐഡിയകളും കാര്യങ്ങളും നമ്മൾ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊക്കെ അതിന്റെ പ്രയത്നം നടത്തുകയാണെങ്കിൽ നമുക്കത് വിജയത്തിന്റെ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ സർ 2006 എന്ന് പറയുമ്പോൾ ഒരുപാട് പഴക്കമൊന്നുമില്ല, ഒരു 10 വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ. അന്ന് ഇപ്പം ബേസിക്കലി ബിസിനസ് എന്നൊക്കെ പറയുന്ന അച്ഛൻ തുടങ്ങിയതോ അല്ലെങ്കിൽ അപ്പൂപ്പൻ തുടങ്ങിയതിനെയൊക്കെ കൈമാറി ജനറേഷൻ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുക. ഇപ്പൊ സാറിന് ശരിക്കും ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ബിസിനസ് ആയിട്ടുണ്ടോ? ഇല്ല, അതായത് ഓൾറെഡി ഈ ഒരു ബിസിനസ് ഞാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എൻ്റെ ഒരു ഐഡിയയിൽ വന്നിട്ടുള്ളതാണ്. അതായത് കുടുംബത്തിൽ ആരും ബിസിനസ് ഈ ബിസിനസ് മറ്റുള്ള ബിസിനസ് ഇപ്പോൾ മറ്റേ അമ്മമാർക്ക് അച്ഛൻ ബിസിനസ് ആയിരുന്നു, അങ്ങനെയുള്ള ഇതായിരുന്നു. ഇത് ഞാനായിട്ട് സ്വന്തമായിട്ട് ചെയ്ത ബിസിനസ് ആണ്. ഓക്കെ, ഈ ഒരു ഇതിനെ പറ്റി ഒരു തോട്ട് വരാനും അതിന്റെ ഒരു കോൺസെപ്റ്റ് എവിടെ നിന്നൊക്കെയാണ്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഓണത്തിന് ടൂർ പോയതാണ്. ഞങ്ങളൊരു വണ്ടിയിൽ ഞങ്ങൾ മോർബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ടൂർ പോയാലാണ് ഞങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അവിടെ നിന്നൊരു അന്നൊന്നും അങ്ങനെ മറ്റേ ആരും അങ്ങനെ കാറിൽ പോയിട്ട് ഈ 2000 കിലോമീറ്ററോളം ഉണ്ട് മോർബി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇത്. അവിടെ പോയി ഞങ്ങൾ അവിടെ നിന്നൊരു 5 കണ്ടെയ്നർ അന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് അനിയന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ ബിൽഡറായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നു. അത് വന്നിട്ടാണ് ഞങ്ങൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ സാറ് ഡെവലപ്പേഴ്സ് ആയിരുന്നു, അനിയൻ സാനിറ്ററിയുടെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് സകല പൈസയും വന്നോട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശം അല്ലേ? പക്ഷെ എന്നാലും അത് നല്ലൊരു എന്താ പറയാ, അനിയനായാലും ഹോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു കാര്യം. പക്ഷെ ഇനി എനിക്ക് അറിയേണ്ടത് എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ഉത്തരം. ആ കാര്യം എന്ന് വെച്ചാൽ പിള്ളേർക്ക് വഴി തെറ്റി പോകാൻ പാടില്ല. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ പോയി ഇരുന്ന് വർത്താനം പറയാം. ഒരു നല്ല റൈറ്റ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെ സംശയങ്ങളും ഒക്കെ മാറ്റാൻ. എനിക്കെന്നല്ല, ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേർക്കൊക്കെ ഇല്ല ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം അവർക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിഗ്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ MBA തന്നെ എടുത്തോ. എൻ്റെ മോനിപ്പോൾ MBA കഴിഞ്ഞേച്ച് BBA കഴിഞ്ഞു, പിന്നെ MBA ചെയ്യണം. ഇപ്പം ഇവരുടെയൊക്കെ മനസ്സിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അവർക്ക് അവരുടേതായ ടേസ്റ്റ് ഉണ്ടാവും ഇന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പം എൻ്റെ മോനെ പോലെ തന്നെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പം അവർക്കൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും പാളിച്ചകൾ ഉണ്ടായ കുട്ടികളുണ്ട്. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി അവരെന്താ ചെയ്യേണ്ടത് ഫസ്റ്റ്? അതായത് നമ്മളുടെ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ നമുക്ക് എന്താണ് അടുത്തൊരു ട്രെൻഡ്. അതായത് ഞാനൊക്കെ അത് തുടങ്ങുന്ന സമയത്ത് അധികവും മാർബിളിൻ്റെ ആയിരുന്നു കൂടുതലും ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. അതിനുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-25 ദിവസം വെയിറ്റ് ചെയ്യണം. അതിന് കുറേ ടൈമിങ്, അതായത് ഒരു വീട് എല്ലാവർക്കും വീട് പണിയാന്ന് പറഞ്ഞാൽ പണി കഴിഞ്ഞാൽ നാളേക്ക് നാളെ തന്നെ കയറണം എന്നുള്ള ഒരു ട്രെൻഡാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ പോയാലും ഒരു 1.5 മാസമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഒരു ആക്സെപ്റ്റ്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രൈസിങ്, ഇപ്പോൾ മാർബിളോ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൈസിങ് ആണ്. ഇതാവുമ്പോൾ ഏറ്റവും നമ്മുടെ കൈക്ക് അതെ അഫോർഡ്. പിന്നെ അതിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ മാർക്കറ്റിൽ വളരെ, അതായത് നമുക്ക് അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടോ നോക്കണം. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യണം അതേ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കില്ല. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 2-3 കാര്യത്തിലുണ്ട്. ഒന്നുപോലെ വെറൈറ്റിയിൽ നോക്കാം, അതല്ലെങ്കിൽ ഞാൻ അന്ന് കണ്ടിരുന്നത് വെച്ചാൽ പ്രൈസിങ്ങിൽ. അതായത് നമുക്ക് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതെന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളത് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ്. മറ്റേതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഹൈ രീതിയിലുള്ളതായിരുന്നു. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. നമുക്ക് ആ ഗ്യാപ്പ് നമുക്ക് മുതലാക്കാൻ പറ്റിയ കാരണമാണ് നമുക്ക് ഇന്ന് ആ ഒരു. ഓക്കെ, അപ്പോൾ സാർ പറയുന്നത് ശരിക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുക, പിന്നെ നമുക്കത് കയറാൻ ഒരു ഗ്യാപ്പ് വേണം, പിന്നെ കൈക്ക് അഫോർഡബിൾ ആയിരിക്കണം, പ്രൈസും നമ്മൾ നോക്കണം. പിന്നെ അടുത്ത സർവീസ്, പിന്നത്തെ ഒരു ഇത് നമ്മൾ തുടങ്ങിയാൽ മാത്രം പോരാ. അതിനിപ്പോൾ ഞങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ തന്നെ അത് ചെറുമ വലിയമ്മ ഒരു 10 പേരോളം ഇതിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സർവീസും കാര്യങ്ങളും എപ്പോഴും
ഒരു കുറേം കൂടി ഞങ്ങൾക്ക് അതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആൾക്കാർക്ക് പൈസ കുറഞ്ഞ് നല്ല സാധനം കിട്ടിയാൽ മാത്രം പോരാ, ഒപ്പം അതിനേക്കാളും കൂടുതൽ സർവീസ് കിട്ടണം. എന്താ വെച്ചാൽ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് ആൾക്കാരെ വരുത്താൻ മറ്റുള്ള പരസ്യങ്ങളും മാധ്യമങ്ങളും യൂസ് ചെയ്യാം, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് അത് നമ്മളുടെ സ്റ്റാഫും അതേപോലെ തന്നെ നമ്മളെ എങ്ങനെ ഒരു കസ്റ്റമറെ കെയർ ചെയ്യുന്നു അതൊരു ബേസ് ഘടകമാണ് അല്ലെ. ഏതൊരു ബിസിനസ്സിനാണെങ്കിലും നമ്മൾ കസ്റ്റമറിനെ എങ്ങനെ കരുതുന്നോ അതുപോലെ ആയിരിക്കും പിന്നെ അവര് വരുന്നത്. ഓക്കെ. അപ്പൊ സർ ഇപ്പൊ ഒരു കാര്യം ചോദിച്ചേട്ടെ, ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അവർ തുടങ്ങാൻ പോവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ ബിസിനസ്സിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബിസിനസ് നന്നായി പോണു, എല്ലാവരും സാധാരണ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതെന്താ വെച്ചാൽ മാർക്കറ്റിൽ ഒരു ബിസിനസ് തുടങ്ങി ആരെങ്കിലും വിജയിച്ചാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ഒരിക്കലും സക്സസ് ആക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റിയും വേണം, അതേപോലെ തന്നെ ഐഡിയകളും വേണം. ആ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ മേഖലയിൽ തന്നെ ഞാൻ തുടങ്ങുന്ന 2006 തുടങ്ങുമ്പോൾ അങ്ങനെ പരസ്യം എന്ന് പറയുന്നത് ഈ ഇതിൽ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങളന്ന് തുടങ്ങുമ്പോൾ ആ ഒരു പരസ്യം എന്നുള്ള അന്നോട്ട് ചെറിയ രീതിയിൽ, മറ്റേ വലിയ ഇതല്ല, നമ്മൾ സാധാരണ ലോക്കൽ ചാനലുകളിലും അതേപോലെ തന്നെ പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ആ പരസ്യം എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ ഐഡിയകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പം മാർക്കറ്റിലുള്ള ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം നമ്മൾ. അപ്പൊ സാർ ഇപ്പൊ ഈ ഐഡിയാസ് മാറ്റണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഓരോ കൊല്ലവും സാറിന്റെ ഐഡിയാസ് മാറും? ഞങ്ങൾ എങ്ങനെയാലും ഞങ്ങളൊരു മറ്റേ 2 കൊല്ലത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു 3 കൊല്ലത്തേക്ക് മുമ്പുള്ള പ്ലാനുകൾ തന്നെ ഞങ്ങൾ തിങ്ക് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് ഇപ്പൊ അറിയാലോ, ഇപ്പൊ കഴിഞ്ഞ ഇതിൽ ഡിമോൺസ്ട്രേഷൻ അതാ ഞാൻ ചോദിക്കാൻ വന്നത്. 3 വർഷം മുന്നേ കരുതിയിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് ഫേസ് ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഇത് വരുമ്പോൾ ആ പ്ലാനുകൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പെൻഡിങ് വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ സർവൈവ് ചെയ്യണമല്ലോ, അതിനുശേഷമല്ലേ നമുക്ക് ആഫ്റ്റർ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ, പ്ലാനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു ബിസിനസ് സൈഡിൽ നമ്മൾ ഫ്യൂച്ചർ 3 years പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു, അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടും നോക്കിയാണോ പോകുന്നത്? ഇതില്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിലാണോ പോകുന്നത്? അല്ല, അങ്ങനെ ഇതുവരെ ഇനിയിപ്പോൾ അത് നോക്കേണ്ടി വരും. ഇതുവരെ ഞങ്ങളുടെ ഇത്രയും 2008 തുടങ്ങി 2006 ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നിരുന്നു. ഞങ്ങൾ ആ പ്ലാനിൽ വന്ന് അതെല്ലാം പോയിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ മറ്റേ ഡിമോൺസ്ട്രേഷൻ വന്നത് തൊട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അടുത്ത ഇപ്പം ഇനി കൊല്ലം തൊട്ട് ഞങ്ങൾ അടുത്ത ഞങ്ങളുടെ പുതിയ പരിപാടികളും പ്ലാനുകളായിട്ടാണ് നമ്മൾ. സാറിന് അപ്പൊ ശരിക്കും ഈ പൈസയുടെ ഇത് വന്നപ്പോഴും ഒക്കെ ഈ GST ഒക്കെ വന്നപ്പോഴും ഒക്കെ ബിസിനസ്സിന് ഒരുപാട് ബാധിക്കില്ല? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിനെ കുറയ്ക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ മറ്റേ എന്താ പറയുക റെൻറ്റിനുണ്ടായിരുന്ന ഗോഡൗണുകളൊക്കെ ഞങ്ങളുടെ ഓൺ ഗോഡൗണുകളാക്കി. ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള മാക്സിമം എക്സ്പെൻസ് കട്ട് ചെയ്ത് മേക്കപ്പ് ചെയ്ത് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സസ് കേൾക്കുമ്പോൾ ലെക്ചർ ക്ലാസ് എഴുതിയെടുക്കുന്ന പോലെ ഞാൻ ഓരോ പോയിന്റ്സ് എഴുതിയെടുക്കേണ്ടി വരും. അതേമാതിരി നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനും അമ്മമാരും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് അദ്ദേഹത്തിൽ നിന്നും കിട്ടും. അപ്പോൾ കുട്ടികളെ ശരിക്കും നമുക്ക് ഒന്ന് അഡ്വൈസ് ചെയ്ത് വിടാൻ നല്ലൊരു കാര്യങ്ങളൊക്കെ വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നതിനെക്കാട്ടിലും അക്കാഡമിക് വൈസിനെക്കാട്ടിലും എക്സ്പീരിയൻസ് ആണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ? ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്, എക്സ്പീരിയൻസിൽ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം നമ്മളൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ വലിയൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്നല്ല ഞങ്ങൾ ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പം അത് എക്സ്പീരിയൻസ് കൊണ്ടും തന്നെയാണ്. അതായത് അക്കാദമിക് വേണം, അതിപ്പോൾ അടുത്തൊരു ഇതായിരുന്നു. അതുകൊണ്ടെങ്കിൽ കുറേയും കൂടി നമുക്ക് കുറേ കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ കുറേ കൂടി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ നന്ദനം എന്നുള്ള ഒരു പേര് സാർ എങ്ങനെ സെലക്ട് ചെയ്തത്? ഞങ്ങളൊക്കെ സിനിമയുടെ പേര് മാത്രമേ നന്ദനം കേട്ടുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യം ഉണ്ടായില്ലേ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ബിൽഡറായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ എൻ്റെ ഒരു ഫ്ലാറ്റ്, അന്ന് ഫ്ലാറ്റ് അധികം ഞങ്ങളുടെ ഭാഗത്തില്ല, വളരെ ഇതായിരുന്നു. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ 6 മറ്റേ ഫ്ലാറ്റുള്ള ഒരു ചെറിയ ഇത് തുടങ്ങിയത് അവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നു, അതിനോട് ജോയിൻ്റ് ആയിട്ടായിരുന്നു. പിന്നെ അത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു എനിക്ക് കൊച്ചുണ്ടാവണത്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി വന്നപ്പോൾ നമ്മൾ ആ ഒരു പേര് മോൾക്ക് നന്ദന എന്ന് പേരിട്ടു. ഈ ഫ്ലാറ്റിന് നന്ദന അപ്പാർട്ട്മെന്റ് എന്ന് ഇട്ടിരുന്നു. ഓ, അത് ശരി. അപ്പൊ മോളുടെ പേരാണ് നന്ദന എന്നുള്ളത് അല്ലേ? അപ്പൊ അതാണ് നന്ദനം എല്ലാം ചെയ്ത്. ഓക്കെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചേ സാർ, ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് മെന്റൽ സ്ട്രെസ്, സ്ട്രെയിൻ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മളൊരു മിനിമം എത്ര നാളെടുക്കും ഒരു ബിസിനസ് ഒന്ന് സ്റ്റഡി ആവാൻ? അതായത് എങ്ങനെ പോയാലും 3 കൊല്ലം മിനിമം നമുക്കൊരു എന്താ പറയുക സർവൈവൽ
ടൈമാണ്, ഉണ്ട് ഒരു 3 years. അതിനുശേഷം മാത്രമേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഷോറൂമുകൾ ഞങ്ങൾക്ക് ആദ്യം ഒരു ഷോറൂമിലാണ് ഞങ്ങൾ തുടങ്ങിയിരുന്നത്. ഈ 3 കൊല്ലത്തിനുള്ളിൽ നമുക്ക് രണ്ടാമത്തെ ഷോറൂമായി, 2.5 കൊല്ലം ആകുമ്പോഴേക്കും. പിന്നെ ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കാണ് ഞങ്ങൾ 2 ഷോറൂമാക്കി. നമ്മളിതിനെക്കുറിച്ചിട്ട് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഞങ്ങളൊരു 3.5 കൊല്ലം 4 കൊല്ലമായിട്ടാണ് 27 ഷോറൂമിലേക്ക് ഞങ്ങൾ എത്തിയത്. ഓക്കെ. അപ്പൊ എല്ലാത്തിനും ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ മിനിമം ഒരു 3 years എടുക്കും അത് സ്റ്റഡി ആവാൻ, അല്ലേ? അപ്പം ഈ സ്റ്റഡി ആവുന്ന സമയത്തിന് മുന്നേ ഉള്ള ഒരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റാഫ്സിനെ വെക്കുമോ അതോ നമ്മൾ തന്നെ സെൽഫായിട്ട് കുറേ ജോലികൾ ചെയ്ത് അങ്ങനെയാണോ നമ്മൾ? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇതിൽ എന്തായിരുന്നു വെച്ചാൽ അധികവും ഞങ്ങളുടെ അതായത് ബന്ധുക്കൾ, ചെറിയമ്മ വലിയമ്മ മക്കളെ അവരെയാണ് ഞങ്ങൾ കൂടുതൽ ഇതിലേക്ക് നമ്മുടെ ആൾക്കാരെ തന്നെ ഇൻവോൾവ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വളർച്ചയ്ക്കുള്ള കൂടുതൽ ആ സിൻസിയാരിറ്റിയും അത് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചാൽ ഇപ്പം അതിപ്പോ സാറിന് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ടും മറ്റു കുട്ടികൾക്ക് ചിലപ്പോൾ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവണം എന്നില്ല. അല്ല, അത് ഇതാണ്, അതായത് നമ്മൾ മറ്റേ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമാണ്. പക്ഷെ ആദ്യമേ നമ്മൾ അത് വളരെ എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചല്ലാതെ കൂടുതലായി പോയി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നോക്കി കണ്ടെന്ന് പറയില്ലേ നമ്മൾ, ഇതില്ല അതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ. നമ്മളൊരു സാർ ഇപ്പം 27ഓളം ഷോറൂംസ് തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് ഷോറൂം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണ്? നമുക്കൊരു ബേസ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇറങ്ങുമ്പോൾ ഒരു ക്യാപിറ്റൽ കൈ കൊടുക്കും അച്ഛനും അമ്മയും. ആ ക്യാപിറ്റലിൽ കൂടിയാണ് കുട്ടി ലാഭം ഉണ്ടാക്കുന്നത്. ഈ ലാഭം കുട്ടി കൈപ്പിടിക്കുകയോ അതോ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ഷോറൂമിലേക്ക് തുടങ്ങാനുള്ളത് എന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്, എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? അല്ല, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മളുടെ ഇപ്പോൾ ഫസ്റ്റ് ഷോറൂം തുടങ്ങി അത് നിലനിൽക്കാവുന്ന രീതിയിലുള്ള സെയിലും കാര്യങ്ങളും അതിപ്പോൾ ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതെപ്പോഴും കസ്റ്റമേഴ്സ് ഇപ്പം നമ്മൾ തുടങ്ങി ആ ഒരു ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം ഭയങ്കര സെയിലായിരിക്കും. അത് കണ്ടിട്ട് നമുക്ക് എന്നും അതുമാതിരി ഉണ്ടാവും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഏറ്റവും ഇപ്പോൾ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് 10 കൊല്ലം 11 കൊല്ലമായിട്ടുള്ള ഷോറൂമാണ്. ആ ഷോറൂമിലുള്ള അതെന്താ വെച്ചാൽ ഓരോ കൊല്ലം ചെല്ലും തോറും നമുക്ക് ഇപ്പോൾ ഈ കൊല്ലം നമുക്ക് 100 കസ്റ്റമർ ആണെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് അത് 150 അങ്ങനെയാണ് അത് കയറി വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു കൊല്ലം ഇരുന്നു എന്ന് വെച്ചിട്ട് നമുക്കതിനെ കൂട്ടാൻ പറ്റില്ല. നമ്മുടെ ആ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് എങ്ങനെ ഏകദേശം നമുക്ക് സർവൈവ് ചെയ്യാം. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഓരോ ഷോറൂമാക്കി. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങൾ ഏകദേശം 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 20 എണ്ണം ഷോറൂം ഒരേ ടൈമിൽ ചെയ്തത്. ആ ഒരു കൊല്ലത്തിനുള്ളിലാണ് കൂടുതൽ നമ്മളൊരു 7 കൊല്ലത്തിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം തുടങ്ങിയത്. ഓക്കെ. അപ്പൊ സർ ശരിക്കും കസ്റ്റമേഴ്സ് വാല്യൂ അനുസരിച്ചാണ് സാറിന് ശരിക്കും അവാർഡ്സ് വരെ കിട്ടിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും കസ്റ്റമേഴ്സിനെ അത്രയും കാര്യമായിട്ട് നോക്കുന്നതുകൊണ്ടാണോ, എങ്ങനെയാണ് അത്? അല്ല, ഈ ഇപ്പൊ അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കുറെ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് അവാർഡ് കിട്ടിയത് ഞങ്ങൾക്ക് എക്സ്പോർട്ടിനുള്ളതായിരുന്നു. ഉപരാഷ്ട്രപതിയുടെ വെങ്കയ്യ നായിഡുവിന്റെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ്. അതാണ് നമുക്ക് ഉള്ളതിൽ എനിക്ക് ഏറ്റവും എന്താ പറയാ ആ ഒരു കൂടുതൽ സന്തോഷവും ചെറിയൊരു കാര്യമല്ലല്ലോ അദ്ദേഹത്തിന്റെ. പിന്നെ നമ്മള് മറ്റേ ഞങ്ങൾക്ക് ദുബായിൽ തന്നെ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും ദുബായിലും ബിസിനസ് ഉള്ള ഒരു മറ്റേ KCCയുടെ നമ്മൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാറ് മറ്റേ വ്യവസായ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില അവാർഡുകൾ നമുക്ക് കുറേയും കൂടി നമ്മൾ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുമല്ലോ അവാർഡൊക്കെ കിട്ടുമ്പോ. ഓക്കെ. ഇപ്പം സാറിന് ആസ് ഇറ്റ് ഇസ് ഈ ഒരു ബിസിനസ് ഉണ്ട് ഇല്ല, അതായത് സാനിറ്ററീസ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഡെവലപ്പേഴ്സ് തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതല്ലാതെ സാർ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്തിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്? അധികവും ഞാൻ ഈ ബിൽഡർ കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് വന്നതോട് കൂടിയിട്ട് ഞാൻ ഇതിലെന്താണെന്ന് വെച്ചാൽ ബിസിനസ്സുകൾ കുറേ വരും. പക്ഷെ അതിലെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ ഡൈവേർഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളതിന് അങ്ങനെയാണ് അതിനാണ് കോട്ടം വരിക. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ചെയ്യാവുന്ന ഇതിൽ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇപ്പം ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് മറ്റേ ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ഒരു വിങ് ഓൾറെഡി ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഓൾറെഡി മറ്റേ തുടങ്ങി കഴിഞ്ഞു, പക്ഷേ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരായിട്ട് തന്നെ. അപ്പോൾ അത് ഹിൻഡുവെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കേരളത്തിലെ ആദ്യത്തെ ഒരു. നിങ്ങൾ തിരുവനന്തപുരത്തോട്ടൊന്നും വരുന്നില്ല? ഞങ്ങൾ അടുത്ത പ്ലാൻ അത് ഞാൻ പറഞ്ഞു. ആ പ്ലാൻ ഞങ്ങളൊന്ന് മാറ്റി ഇതിൽ വന്നത് ഇത് കാരണം ഇപ്പം ഞങ്ങൾ അടുത്തതിൽ തിരുവനന്തപുരം അല്ല ഓൾ കേരള ഞങ്ങൾ ഫ്രാഞ്ചൈസി ഇപ്പം ഇതുവരെ ഞങ്ങളുടെ ഓൺ ഷോറൂമാണ്. അടുത്ത് ഫ്രാഞ്ചൈസി എന്നുള്ള ഒരു രീതിയിൽ അതിന് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലത്തോട് കൂടിയിട്ട് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിസിനസിനെ പറ്റി കൂടുതൽ സംസാരിച്ച് നമ്മുടെ
ഫാമിലി ടോപ്പിക്ക് വിട്ടുപോയി തോന്നുന്നു. ശരിക്കും അത് ചോദിച്ചില്ല. സാറിന്റെ ഫാമിലി? എനിക്ക് മറ്റേ മോള് ഒരാളുണ്ട്, വൈഫ്. മോള് എന്ത് ചെയ്യുന്നു? മോള് 7 പഠിക്കുന്നു. ചേച്ചി ഹൗസ് വൈഫാണ്. എല്ലാരും തൃശ്ശൂർ തന്നെ. അവര് സത്യം പറഞ്ഞ മാഡത്തിന്റെ വലിയൊരു ആരാധകരൊക്കെയാണ്. അവര് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇരുന്നിരുന്നാണ് അവര്. അതെ, പക്ഷെ അവർക്ക് സ്കൂളിൽ മറ്റേ മോൾക്ക് പരീക്ഷയാണ്. അപ്പൊ അത് കാരണം ഓൾറെഡി അവര് ഒഴിവായതാണ്. ശരിക്കും ഈ തൃശ്ശൂർ രീതിയിലൊക്കെ ഭക്ഷണ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസം അങ്ങനെയല്ലോ ഉണ്ടോ? തൃശ്ശൂര് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഭക്ഷണത്തിൽ ഏറ്റവും താല്പര്യം മംഗലാപുരമാണ്, ഫിഷിന്റെ ഐറ്റം. അതുപോലെ തലശ്ശേരി. ഈ 2 സ്ഥലമാണ് നമ്മള്. അതാണ് ശരിക്കും പറഞ്ഞാൽ തലശ്ശേരിയാണ് ഏറ്റവും എന്താ പറയാ ആഹാരങ്ങളുടെ എന്താ പറയാ ഒരു വലിയൊരു സ്ഥലം. അവിടെ വിഭവങ്ങൾ ഉണ്ടാവുന്നത് ഓരോ ദിവസവും പുതിയ 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 കാര്യങ്ങൾ. ഞാൻ എങ്ങനെ പോയാലും സമയം കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് മാഹിയിൽ ചെറിയൊരു ഓഫീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും 2 മാസം കൂടുമ്പോൾ ഒരു 2 ദിവസം അവിടെ പോയി ഫുഡ് കഴിക്കുക. അത് മീൻ, അതാണ് നമ്മുടെ മെയിൻ. ഫിഷാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ സാറിന് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ചിക്കനാണ്. ചിക്കനും കഴിക്കാം. ഞാൻ കൂടുതൽ താല്പര്യമുള്ളത് പറഞ്ഞു. ഓക്കെ, ചിക്കൻ എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ കൂട്ട് ഇവിടുത്തെ സാധനമല്ല, കുറച്ചൊരു എബ്രോഡ് സാധനമാണ് ചെയ്തേക്കുന്നത്, ഒരു ഇറ്റാലിയൻ ഫ്ലേവർ ആയത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് കുറച്ചൊരു വ്യത്യാസപ്പെട്ട് വേണ്ട കുറച്ചൊന്ന് ടേസ്റ്റ് മാറാൻ, അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് അത് ഞാൻ സാറിനൊന്ന് തരാം. മാഡം വേണ്ട, ആനി ഏറ്റവും സന്തോഷം. അല്ല എന്താ അറിയോ സാർ, മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ പ്രേക്ഷകരോടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ അങ്ങനെ വിളിക്കല്ല. കാര്യം ഞാൻ നിങ്ങളുടെ ഒരാളാണ്, അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ്. അപ്പൊ അതാകുമ്പോ അതാണ് ഒരു അടുപ്പം വരിക ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു അന്യത്വമായി പോകും. എന്റെ പ്രേക്ഷകർ അയ്യോ അതല്ല ഇഷ്ടായോ സാധനം? അപ്പൊ ഫാമിലി കൂട്ടായിരുന്നു. പോട്ടെ, മോക്ക് പരീക്ഷ ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ അമ്മമാർക്കും പരീക്ഷ വരുമ്പോഴാണ് ടെൻഷൻ. അമൃത നമ്മൾ വളരെയധികം നമ്മളെന്താ പറയാ ഒരേ ഇതിൽ പോണ ഇതാ. അത് കാരണം ഇനി ഒരു തവണയും വരണമെങ്കിൽ വരാലോ. പിന്നെ സന്തോഷമുള്ളൂ. ആനീസ് കിച്ചണിൽ എപ്പോ വേണമെങ്കിലും വരാം. അവനവന്റെ വീട്ടിൽ വന്നിരിക്കുന്ന കൂട്ട് തന്നെ ഉള്ളൂ ഈ ഒരു അടുക്കളയില്. സർ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്, എബ്രോഡ്, ഈ ചൈന ഒക്കെ പോയിട്ടില്ലേ? ചൈന ഞാൻ മറ്റൊരുവിധം കുറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, ഈ ചൈനയിലൊക്കെ ഭക്ഷണം എങ്ങനെയാ സർ? ചൈനയില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ പറ്റില്ല. അപ്പം ഞാൻ അവിടെ മറ്റേ മുസ്ലിം റെസ്റ്റോറൻ്റ് ഉണ്ട് ഉള്ളേരിയയിലൊക്കെ കൂടുതൽ. അപ്പം അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോറ്, അത് സാധാ അവിടുത്തെ റെസ്റ്റോറൻറ്റില് അല്ല, ഇത് കിട്ടാത്ത വെച്ചാൽ നമ്മൾ അവിടെ KFC ആണ് അല്ലെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ ടൗണിൽ ഇപ്പോൾ ദില്ലി പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുള്ള ചില ഭാഗങ്ങളുണ്ട്. പക്ഷേ ഉള്ളിലേക്കൊക്കെ ഞങ്ങൾ ഫാക്ടറികൾക്ക് പോകുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഈ മുസ്ലിം റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഈ ചോറ് നമ്മുടെ മലയാളിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരിച്ചോറ് പോലത്തെ ഒരു ബാസ്മതി റൈസ് മാതിരി അതുണ്ടായിരിക്കും. അപ്പോൾ അത് പറയും, അത് ഞങ്ങൾ എഴുതി കൊണ്ടുപോകും. അതായത് ചൈനീസിൽ അവരെ കൊണ്ട് എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും പിന്നെ അവർ പയറുണ്ട്, നമ്മുടെ അല്ലല്ല നമ്മുടെ നീളം പയറില്ലേ, പച്ചപ്പയർ, ആ പയറിൻ്റെ മുളകും പിന്നെ ബീഫും ഇട്ടിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. സാധാരണ അതും ഈ ചോറും കൂടി, അതാണ് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേത് ഒന്നാമത് പ്രത്യേകിച്ച് ഞാൻ എന്താ വെച്ചാൽ ഇവിടെയാണെങ്കിലും മീനുകൾ അങ്ങനെ കുറെ മീനുകളൊന്നും കഴിക്കില്ല, ചില മീനുകൾ. അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതായ കാരണം ഇതാണ് ഞാനിപ്പോ അവിടെ യൂസ് ചെയ്യാൻ മിക്കതും. അപ്പൊ വീട്ടില് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതന്നെ, അതായത് സാധാരണ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞു ഭക്ഷണത്തിനോട് ഇപ്പൊ എന്റെ തടിയൊന്നും കണ്ടിട്ട് നോക്കണ്ട, ഭക്ഷണത്തിനോട് അത്ര വലിയൊരു ഇത് അതായത് അതെ ഫിഷ് ഐറ്റംസ് ആണ് കൂടുതൽ താല്പര്യം. അപ്പൊ അതും നമ്മളുടെ അവിടത്തേക്കാട്ടിലും കൂടുതൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയകളിലാണ് ഇവിടെ. പിന്നെ അതേപോലെ ദുബായിലാണെങ്കിലും തലശ്ശേരി തന്നെ നമുക്ക് മലബാർ പാരീസ് അങ്ങനെ മലയാളികളുണ്ട് ശരിക്കും. അപ്പൊ അത് ആണ് കൂടുതലും നമ്മള് നോക്കാറ്. ഓക്കെ, അപ്പൊ സർ ഒരു കാര്യം കൂടെ ഉണ്ട്. തിരിച്ച് ഞാൻ പിന്നെയും ബിസിനസ്സിലേക്ക് വരികയാണ്. കാര്യം എന്താ വെച്ചാൽ അതിലാണ് ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ അറിവുകൾ കൊടുക്കണമല്ലോ. ശരിക്കും ഒരു ബിസിനസ് സക്സസിന് റിയലി ഒരു ഫോർമുല ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വലിയൊരു ഇത് അങ്ങനെ ഒരു രീതിയിലല്ല ഇല്ല. നമ്മളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മളുടെ എൻജോയ് ചെയ്തുകൊണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പർച്ചേസ് എല്ലാം നമ്മൾ തന്നെയാണ് പോവുക. അപ്പോൾ മിക്കതും പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് കുറേ യാത്രയുടെ ഒരു സുഖം കിട്ടി, ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈൽസിൽ സിറയുടെ ഇന്ത്യ ഫെസ്റ്റാണ്. അതുപോലെ ഹിൻഡ് വെയർ ഞങ്ങൾ മറ്റേ കേരളത്തിൽ ഞങ്ങളാണ്, റിട്ടയറിൽ ഞങ്ങളാണ് ഫെസ്റ്റ്. അപ്പോൾ അങ്ങനെ ഓരോ ഇതുള്ള കാരണം ട്രിപ്പുകൾ ഞങ്ങൾക്ക് എല്ലാ കൊല്ലത്തിലും ഉണ്ടാവും കൂടുതലും. അപ്പോൾ അതും ഒരുവിധം യാത്രകൾ ഏകദേശം കണ്ടമാനം യാത്രകൾ അങ്ങനെയും വരും. പിന്നെ ഇപ്പോൾ ചൈന, അതേപോലെ തന്നെ ദുബായ്, ഒമാൻ എവിടെയൊക്കെ ബിസിനസ് ഉള്ള കാരണം ആ ഒരു രീതിയിലുള്ള യാത്ര. ചൈനയിൽ പർച്ചേസിന് പോണതാ, ദുബായ് ഒക്കെ ഓൺ തന്നെയാണ്. മാസത്തിൽ 2 മാസം കൂടുമ്പോൾ പോയി ചെന്ന് നമ്മൾ അവിടുത്തെ അക്കൗണ്ട്സ് അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഐഡിയാസ് ഉണ്ടാവും അല്ലേ സർ? മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ബിസിനസ് സക്സസിന് ഒരു 5 എലമെന്റ്സ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഇന്നത് വേണം, ഇന്നത് പോയോ, ഇന്ന് ബാലൻസ് ചെയ്യണം, ഒരു 5 എലമെന്റ്സ് ഈക്വൽ ബാലൻസ്ഡ് അത് മസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിലേക്ക് വേണം എന്ന് തോന്നുന്നു. 5 വേണം എന്നില്ല, 2 ആയിരിക്കാം, ചിലർക്ക് 3 ആയിരിക്കാം, എനിത്തിങ്. അതെന്തുമായിരിക്കണം മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അല്ല, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് എക്സ്പെൻസ് കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റേ സ്റ്റാഫ് അങ്ങനെയുള്ള നമ്മളുടെ ഇതിനോട് ജോയിൻ്റ് ആയിട്ട് ഒരു കുടുംബം പോലെ പ്രവർത്തിക്കാവുന്ന ഒരു രീതി, അതിൻ്റെ ഉള്ളിലും ഒരു വിള്ളലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ ബിസിനസ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനെല്ലാമൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ. അവരായിട്ടുള്ള എപ്പോഴും ആ ഒരു കെട്ടുറപ്പുണ്ടാവുക, പിന്നെ ഈ പറഞ്ഞ ആ ഒരു അന്തരം നമ്മൾ ഒഴിവാക്കുക. അത് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല അവിടെ. അപ്പോഴാണ് ആ ബിസിനസ്സിന് ഒരു അപ്പോഴേ അവർക്ക് വിചാരമുള്ളൂ ഇത് നമ്മുടെ കൂടെ സ്ഥാപനമാണ്, നമുക്ക് നന്നായി കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പൊ ശരിക്കും സാറിന്റെ ഈ ഒരു ബിസിനസ് ഇത്രയും കാലം നടത്തി, അപ്പം സാർ എല്ലാ തൊഴിലാളികളോടും സാറിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും സാർ ഒരേ ആറ്റിറ്റ്യൂഡിലാണ് സംസാരിക്കുന്നതും എല്ലാം? തീർച്ചയായിട്ടും. അവരോടൊരു ഇങ്ങനെ ഒരു അതായത് മറ്റേ നമ്മൾ അങ്ങനൊരു ഇതില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവർ ചെയ്യണു, അവർ കായികമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഇതായിരിക്കാം, നമ്മൾ തലോണ്ടായിരിക്കാം. നമ്മളും അവരെക്കാട്ടിലും കൂടുതൽ അവർ മറ്റേ 8 മണിക്കൂർ 9 മണിക്കൂർ 8 മണിക്കൂർ 9 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് 12 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണത് ഈ പറഞ്ഞ രീതിയില്ല, നമ്മളുടെ തലയും അതേപോലെ ഉള്ള ഒരു ഇതിലാണ്. നമ്മളും റെസ്റ്റ് ഇല്ലാതെ തന്നെ. പിന്നെ അവർക്ക് മറ്റു മുടക്കൂസങ്ങളുണ്ടെങ്കിലും നമുക്കതുമില്ല. നമുക്ക് അങ്ങനെ ഒരു മുടക്കോ അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ ഞായർ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോ ഇത് വരുന്ന അവധിയില്ല. അതെ, ശരിക്കും ഒരു MDക്ക് അവധിയില്ല. അപ്പൊ അതിൻ്റെതായ സ്ട്രെസ് സാറിനില്ല? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് അത് ചില സമയങ്ങളിൽ വരണത്. അല്ലാതെ നമ്മൾ പിന്നെ ഇതിലൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാവണം ഇങ്ങനെയാവണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ കുറേ ഒഴിവാക്കിയാൽ മതി. നമുക്ക് വരാനുള്ളത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്ത് പോകും. ഈ സ്ട്രെസ് എങ്ങനെയാണ് സാർ റിലീവ് ചെയ്യുന്നത്? അത് മെയിനായിട്ട് ഇതാണ് നമ്മൾ നോക്കണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഇപ്പൊ മോള് വലുതായി പിന്നെ ഇടയ്ക്ക് പോകും. എനിക്ക് ഈ പറഞ്ഞ സിനിമയോട് അത്രയ്ക്ക് ഒരു പണ്ട് പോയിരുന്നു. ഈ ബിസിനസ്സിൽ വന്ന് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, മാഡത്തിന്റെ തന്നെ ഒരു മറ്റേ അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ പടം, അതൊക്കെ ആ സമയത്ത് ബാലേന്ദ്ര മേനോന്റെ പടങ്ങളൊക്കെ അങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഇപ്പൊ മോള് വന്ന പിന്നെ ഇപ്പൊ ആദ്യം ഒന്ന് ഇങ്ങനെ തീർച്ചയായിട്ടും 2.5 മണിക്കൂർ അവിടെ പോയി ഇരിക്കാന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അതെ, ഉടനെ വീട്ടിലേക്ക് ടെൻഷനായി, അതല്ലാതെ നമ്മുടെ കമ്പനിയുടെ ടെൻഷനായി, അപ്പം 100 ഫോൺ കോൾ ആയി, അപ്പത്തേക്ക് അവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. അതിനോട് എന്തോ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. നമുക്ക് ഇതിൽ കൂടുതൽ താല്പര്യം ബിസിനസിനോട്. ഈ ബിസിനസ് നോക്കി 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 നടക്കുമ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവര് വളരെയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വളർച്ചയ്ക്കൊരു പ്രധാന ഘടകം അതാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അവർ ആ കോപ്പറേറ്റ് ചെയ്യണ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ മാസത്തിൽ 10 ദിവസമൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. പിന്നെ എങ്ങടെയെങ്കിലും അവർക്ക് പോകണമെങ്കിലോ, അപ്പോൾ അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യണ കാരണം. അതുപോലെ ഇപ്പോൾ മോള് പിന്നെ അച്ഛനമ്മയൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അവരൊക്കെ അതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് തരുന്ന കാരണമാണ് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിയും ഇതൊക്കെ വന്നാൽ നമുക്ക് മെൻ്റലി അതിനോടൊരു ഇപ്പം നമുക്ക് തന്നെ അങ്ങനെ തോന്നി തുടങ്ങുക, അവരത് സഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരത് ഇതാവുണ്ടോ എന്നുള്ളത്. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് റിലാക്സ് ആയി ഇങ്ങനെ ശേഷം. സർ ഇത്രയും 10 years, ഐ തിങ്ക് ഇപ്പൊ 12ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു,
ഈ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവാം, നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ ഒരു നല്ലത് പഠിക്കുന്നതെന്ന് പറയും കാരണവന്മാരൊക്കെ. ശരിക്കും അതേപോലെ സാറിന്റെ ലൈഫിൽ ഒരു തെറ്റ് സാർ ചെയ്തത്, ഇനി മേലിൽ അത് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ അത് ചെയ്യാൻ പാടില്ല എന്നോ, ചെയ്തതിന് ശേഷം റിഗ്രറ്റ് ചെയ്തത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്? ഒരു പരസ്യം കൊടുക്കണു, ആ പരസ്യം കൊടുക്കണമെങ്കിൽ അത് നമ്മൾ ഒരാൾക്ക് കൊടുക്കണം, അതും നമുക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നിനും നമുക്ക് എല്ലാം നമ്മളിൽ കൂടെ ആവണം എന്നുള്ളൊരു രീതി മാറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനൊരു ഇതാ. അതെ, അല്ലാതെ വേറെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് പറയാൻ ഇപ്പോൾ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു പോയി അതുകൊണ്ടാണ് നമുക്ക് ബിസിനസ്സിൽ ഇങ്ങനെ ഒരു പറ്റിയെന്നുള്ള ഒരു പാഠം അങ്ങനെയുള്ളൊരു ദൈവം അനുഗ്രഹിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ മറ്റേ ഡിമോൺസ്ട്രേഷൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അണ്ണത്തിരി കുറയ്ക്കായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ചിന്തിക്കാം നമുക്ക്. എന്താ അല്ലാതെ നമുക്കൊരു ഇത് അങ്ങനെ നമ്മളിപ്പോ ചില ആലോചിക്കില്ലേ അത് ചെയ്തിരുന്നാൽ നമുക്ക് അങ്ങറ്റെത്താം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് അതൊരു അബദ്ധമായി പോയി എന്ന് നമ്മൾ ചിന്തിച്ച് റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവത്തിൽ കൂടി ഒരു പാഠം. അത് ഞാൻ ചോദിക്കാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇനി കാൽ വെക്കുന്ന കുട്ടികൾക്ക് അതൊരു ചെയ്യാതിരിക്കട്ടെ ആ അബദ്ധം, അതുകൊണ്ടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു ഓക്കെ. ഇപ്പൊ ഇനിയിപ്പോ 10 to 11 years ആയി സാറിന്റെ. സാർ തിരിഞ്ഞു നോക്കുമ്പോ സാറിന്റെ ബിസിനസ്സിനെ സാർ എങ്ങനെ അതിനെ വിലയിരുത്തും ആസ് എ ബിസിനസ് പേഴ്സൺ? സ്വന്തമായിട്ട് അല്ല ഇതുവരെ ഇത് അല്ല അതിപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു 100-300 കുടുംബം നമ്മൾ മുഖാന്തരം ജീവിക്കുക, അതായത് അവരുടെ ഞാൻ അതിലാണ് ആനന്ദം കാണുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പം നമ്മൾക്ക് ഇത് അല്ലാതെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറി കുറേ നമ്മൾ ഇതാക്കുക ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 100-300 കുടുംബം ഇപ്പോൾ ഓൾറെഡി നമ്മളായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് പോണു. അപ്പോൾ ദൈവം നമുക്ക് തന്നൊരു ഇതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇതിന് ഇപ്പം ഞാൻ അധ്വാനിക്കണേലും കൂടുതൽ അധ്വാനിക്കണവരുണ്ട്, ഐഡിയ ഉള്ളവരുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ചിലപ്പോൾ പറ്റാറില്ല. ഇതിനെല്ലാം വേണമല്ലോ ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമുക്കൊരു ഇതും കൂടി. അതെ, ഒന്നും കിട്ടില്ല. അപ്പോൾ ആ ഒരു ലെക്ക് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നുന്ന ഒരു ലെക്ക് അതൊക്കെയാണ് ദൈവം എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ പലരും ഇത്രയും മറ്റേ അധ്വാനിച്ചിട്ട് ഇതിനും കൂടുതൽ അധ്വാനിച്ചിട്ടും അതേപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അത് കിട്ടിയിട്ടില്ല. നമുക്ക് ദൈവം അങ്ങനെ ഒരു ഇത് തന്നപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 100-300 നമുക്ക് ആ ഒരു കുറേ ആൾക്കാർക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതിലാണ് നമ്മൾ ആനന്ദം കാണുന്നത്. അതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ സാർ തന്നെ പറഞ്ഞു 300 കുടുംബങ്ങളിലെ സാറിന് നോക്കാൻ പറ്റി, അവരുടെ വീട്ടിലൊരു സന്തോഷം എത്തിക്കാൻ പറ്റി. ഇതൊക്കെ സാറിനാൽ കഴിയുന്ന ഈശ്വര അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും നല്ല ദൈവാനുഗ്രഹിച്ച് സക്സസ് തന്നു, അതെല്ലാം വെച്ചിട്ട് ഇനിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഉപദേശം സാർ എന്ന് അവർക്ക് കൊടുക്കും. അതായത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ ആ ഒരു ടൈം ഉണ്ടല്ലോ, ഒരു 10-20 വയസ്സ് വരെയുള്ള, അതായത് ഒരു 17 വയസ്സ് തൊട്ട് ഒരു 20 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ, ആ സമയങ്ങളിൽ ആണ് കൂടുതൽ, അതായത് നമ്മൾ വീട്ടിലുള്ള ഇതും കൂടുതൽ സൗകര്യങ്ങൾ കുട്ടികൾക്ക് വരുമ്പോഴാണ് അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരു കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ വന്ന് മറ്റുള്ള ആ സമയത്ത് തന്നെ മറ്റേ ഒന്നുമില്ല ബന്ധുക്കളുടെ ഇപ്പോൾ ഇവിടുന്ന് പുറത്ത് പോയാൽ നോക്കി കഴിഞ്ഞാൽ അറിയാം. അതായത് പഠിക്കണതിന് ഇപ്പോൾ കനഡ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്ക ആയിക്കോട്ടെ എവിടെയാണെങ്കിൽ പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ അവർ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസായിട്ട് അവർ അതിൽ നിന്നൊരു ശമ്പളം അവർക്കുണ്ട്. അങ്ങനെ അവർക്ക് ഓൾറെഡി ഇത് കിട്ടി അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ അവർ വേറെ രീതിയിലേക്ക് പോവില്ല. മറ്റേതാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കുട്ടികളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാന്നുള്ള ഒരു രീതിയിൽ മാതാപിതാക്കൾ അതിനു വേണ്ടി മാത്രം ഇതാക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ള ഐഡിയകളും കാര്യങ്ങളിലേക്കും കടക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇതും കൂടി, അത് ജോലി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, അതായത് ഒന്നുമില്ല ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഇതിലോ അതല്ലെങ്കിൽ വേറൊരു ഇതിലേക്കോ വരികയാണെങ്കിൽ കുറേയും കൂടി അവർ ആ ഒരു ഇതിലേക്ക് എത്തുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒക്കെ നമ്മൾ ഡിപ്പെൻഡഡ് ആയിരിക്കാം. ആദ്യം ഫസ്റ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അഭിപ്രായം ചോദിക്കാം. ഏറ്റവും നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരു മോൻ തുടങ്ങുകയാണെങ്കിലും അവന് ഏറ്റവും കൂടുതൽ അഭിപ്രായം ചോദിക്കാൻ പറ്റുന്നത് ശരിക്കും അവൻ്റെ ഒരു പാർട്ട്ണറിനോടായിരിക്കും അതോ വീട്ടിലോട്ടായിരിക്കും ഏറ്റവും നല്ലത്? അത് ഏറ്റവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മറ്റേ പുറമേ, അതായത് ഇത് ചെയ്ത് പരിചയമുള്ള ആൾക്കാരായിട്ടൊരു കമ്മ്യൂണിക്കേഷനും, പിന്നെ ഇപ്പോൾ കുറേ ക്ലാസ്സുകൾ തന്നെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കണ്ടമാനം ഇപ്പോൾ നെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ കണ്ടമാനം അതിനുള്ള
വേദികളുണ്ട്. നമ്മളുള്ള സമയത്തൊന്നും എനിക്ക് തോന്നുന്നില്ല അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ പ്രൊഫഷനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഹോട്ടലുകളിലും അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വളരെ നല്ലതാണ് മോട്ടിവേഷൻ. ഇപ്പം നമുക്കൊന്നും അങ്ങനെ അത് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ അതിന് പോകാനുള്ള നേരവും കാര്യങ്ങളും ഇല്ലാത്ത കാരണം എന്തൊക്കെയായാലും സാറിന്റെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലത്തോളം കാലം എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ, ട്രൂ ഡെഡിക്കേഷൻ ടുവേർഡ്സ് എ വർക്ക് അല്ലേ, ഏറ്റവും ആത്മാർത്ഥതയോടു കൂടിയും അത് ഫുൾ സിൻസിയാരിറ്റിയോട് കൂടി. അതായത് നമുക്ക് നമ്മളെങ്ങനെയാവും അല്ലെങ്കിൽ നമുക്ക് എന്ത് തിരിച്ചു കിട്ടും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നമ്മുടെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ആരോടും പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണു എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുക, വരേണ്ടത് വരും. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സക്സസ് ആവും എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത്. അതെ. എനിവേ സത്യം പറഞ്ഞ സാർ എനിക്ക് ശരിക്കും ഒരു ലെക്ചർ ക്ലാസ്സിൽ ഇരുന്ന മാതിരിയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബുക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്തെടുത്തേനെ. കാര്യം എൻ്റെ മോനും ഇപ്പം MBA കഴിഞ്ഞുകൊണ്ട് അവനും കുറെ ക്ലാസ്സസ് കൊടുക്കാമല്ലോ. ഇങ്ങനെ എക്സ്പീരിയൻസ് ത്രൂ അക്കാഡമിക് വൈസ് കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് വൈസ് കിട്ടുന്നതെന്ന് പറയും. എനിവേ താങ്ക് യു വെരി മച്ച് സർ. ഒരു MBAയിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അതേമാതിരി ഒരു ക്ലാസ്സിൽ ചെന്ന് ഇരുന്ന മാതിരി ഒരു എഫക്റ്റ് ഉണ്ട്. കുറേ നല്ല അഡ്വൈസസ് തന്നു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കാണെങ്കിലും കുറേ അഡ്വൈസസ് കൊടുത്തു. അവരുടെ കുറേ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എനിവേ താങ്ക് യു വെരി മച്ച് സർ. വെൽക്കം.